തന്നെയോ ലക്ഷ്യം എന്നാണ് ചോദ്യം. മധു, തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. ആ വേട്ട വാർത്തകളോടാണ്, വരുംകാല മാധ്യമ ചരിത്രത്തോടു കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. 300 വാർത്താ കാർഡുകൾ ഒരു ദിവസം പബ്ലിഷ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടേത്. അതിലാണ് 24 മണിക്കൂറിനിടയിൽ 14 കാർഡുകൾ കാണാതെ പോകുന്നത്. അത് കൃത്യമായ ഇടപെടലിലൂടെയാണ് എന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ അനുസാർ പറഞ്ഞ ഒരു പാറ്റേൺ പ്രകടമായി വരികയാണ് എന്നതാണ്. അതിൽ നമുക്ക് ആദ്യത്തെ കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ഒരു ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ പേരിലാണ് എന്നതാണ്. പക്ഷെ നമുക്കത് പര്യാപ്തമായിരുന്നില്ല. കാരണം അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളിലടക്കം വാർത്ത വരികയാണ് അതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, അത് AI അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമാണ് എന്നത്. എന്നിട്ട് അതിൽ വരുന്ന വാർത്തകൾ എങ്ങനെയായിരുന്നു എന്നതറിയാമോ? ആ വാർത്തകളുടെ ഒരു അതിനെതിരെ വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നതിൽ ഒന്നത് ആരും പറഞ്ഞിട്ടല്ല, സംഭവിച്ചത് സാങ്കേതിക പിഴവ്. വാർത്താമാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്ത വിവാദത്തിൽ വിശദീകരണവുമായി മെറ്റ. എന്നിട്ട് ഈ മെറ്റയുടെ ഉടമസ്ഥൻ്റെ അടക്കം ഫോട്ടോ കൊടുക്കുക. മെറ്റ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു എന്ന നിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ഡോക്യുമെന്റും ഉണ്ടായിരുന്നില്ല എന്നതാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് നീക്കം ചെയ്തതിൽ മെറ്റ വിശദീകരണം നൽകി. മെറ്റ തന്നെയാണ് കണ്ടന്റുകൾ നീക്കം ചെയ്തത്. പിന്നെ മെറ്റയുടെ കണ്ടന്റ് മെറ്റ അല്ലാതെ വേറെ ആരെങ്കിലും ഒന്ന് നീക്കം ചെയ്യുമോ? ആരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്ന് മെറ്റയുടെ വിശദീകരണം. AI അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച പിഴവാണ് ഇത്. AI അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച പിഴവാണ് ഇത് എന്നതാണ് ഇന്ന് മെറ്റ നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത്, വി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ദിസ് കണ്ടന്റ് ത്രൂ ആൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞതിനെയാണ് ഈ AI അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ച പിഴവാണിതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ശരിയാണ്, ഇതിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നരേന്ദ്രമോദിയുടെ ഫോട്ടോയുണ്ടോ? അമിത്ഷായുടെ ഫോട്ടോയുണ്ടോ? മുഖ്യമന്ത്രി VD സതീശന്റെ ഫോട്ടോയുണ്ടോ? ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോട്ടോയുണ്ടോ? BJPയുടെയും കോൺഗ്രസിനെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ബാധിക്കുന്ന വാർത്തകൾ, ചിത്രങ്ങൾ അത് പരിശോധിക്കുക, അതിൽ വേണ്ടാത്തത് പിൻവലിക്കുക എന്ന ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് നേരത്തെ സുനിൽ സാർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വാർത്തയാണ് എന്ന് പറയാനുള്ള കാരണം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി പിഴവ് പരിഹരിച്ചെന്ന് മെറ്റ കേരള പോലീസ് സൈബർ വിഭാഗത്തെ അറിയിച്ചു. സൈബർ പോലീസ് ഇതൊരു വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ച മാധ്യമങ്ങളോട് സൈബർ പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ് ഇത്രയധികം മാധ്യമങ്ങൾക്ക് വരുന്നത്? ഒരേ സോഴ്സ് ആയിരിക്കണമല്ലോ. ആ സോഴ്സ് എങ്ങനെയാണ് ഇത്രയധികം മാധ്യമങ്ങൾക്ക് വരുന്നത് എന്നത്. ഇനി ആ ലീഗൽ റിക്വസ്റ്റ്, ആ ദുരൂഹമായ ലീഗൽ റിക്വസ്റ്റ് എവിടെ നിന്ന് വന്നു? കേന്ദ്രത്തിൽ നിന്ന് വന്നോ, സംസ്ഥാനത്തിൽ നിന്ന് വന്നോ? ഈ രണ്ട് അധികാര കേന്ദ്രങ്ങളാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്നു എങ്കിൽ എന്താണ് VD സതീശനും കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര താല്പര്യം? ഇനി സംസ്ഥാനത്ത് നിന്നാണ് പോയത് എങ്കിൽ എന്താണ് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള, രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള ഇന്നലത്തെ PC ജോർജിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ഡിബേറ്റിന്റെ കാർഡ്, മിനിങ്ങാന്ന് ഈ കാർഡും പിൻവലിക്കുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ വാർത്താ കാർഡുകളുമായി ബന്ധപ്പെട്ട കാർഡ്, ഈ കാർഡുകളൊക്കെ വലിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനിടയിലുള്ള താല്പര്യം എന്നതുമുണ്ട്. ആ കാർഡുകളോ, ആ വിഴിഞ്ഞത്ത് നഷ്ടപ്പെട്ട തൊഴിലാളി ജോണിന്റെ മകൾ ജിജിയുടെ പ്രതികരണം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം, വിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, MDMA കേസുമായി ബന്ധപ്പെട്ട കാര്യം, ഈ കാർഡും നീക്കുമോ എന്ന് ചോദിച്ച എൻ്റെ ചർച്ചയുടേത്, പിറ്റേ ദിവസം രാവിലത്തെ ഡോക്ടർ അരുൺകുമാറിന്റെ ചർച്ചയുടേത്. ഇത്രയും കാർഡുകളൊക്കെയാണ് നീക്കം ചെയ്തത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുന്നത് ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്നു. ആണ് സർ, ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്നു. ഇന്ത്യ മുഴുവനും സോഷ്യൽ മീഡിയയെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു. മെറ്റയെ വിളിച്ചു വരുത്തി CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട, എന്നിട്ട് അതിന്റെ അൽഗോരിതം ചേഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ സമൂഹ മാധ്യമ നിയന്ത്രണം കേരളത്തിലും നടക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി ഈ റിപ്പോർട്ടറിന്റെ, ന്യൂസ് മലയാളത്തിന്റെ, കൈരളി TVയുടെ ഇപ്പൊ തൊട്ടു മുമ്പ് ന്യൂസ് മലയാളം അവരും മെറ്റയുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അത് ഈ ലീഗൽ റിക്വയർമെന്റ് ആണ് എന്ന വിവരം അവർക്കും ലഭിച്ചിട്ടുണ്ട്. അവരും വാർത്തയായി നൽകുന്നുണ്ട്. ഏത് AI അപ്ഡേഷൻ ഫെയിലിയർ ആണ് 3 സ്ഥാപനങ്ങളുടെ വാർത്തകൾക്ക് മാത്രമായി ബാധകമാവുക? ഏത് AI അപ്ഡേഷൻ ഫെയിലിയർ ആണ് ചില വ്യക്തികളുടെ ചിത്രങ്ങൾ മാത്രമുള്ള കാർഡുകൾക്ക് സംഭവിക്കുക? അപ്പോൾ അങ്ങനെ നമ്മളോട് എന്തെങ്കിലും പ്രത്യേക സ്നേഹമോ വിരോധമോ മെറ്റയ്ക്കുണ്ടാകുമോ? ഇതെന്താ, നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടതുള്ളത് നിർത്തിവെക്കുകയോ അവർക്ക് വേണ്ടാത്തത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്? അപ്പോൾ 3 സ്ഥാപനങ്ങളുടെ മാത്രമായിട്ടുള്ള വാർത്താ കാർഡുകളിലേക്ക് മാത്രം ബാധകമാകുന്ന ഒരു അപ്ഡേഷൻ പിഴവ് ആർക്കും, മെറ്റയ്ക്ക്, ലോകമെമ്പാടും വലിയ സംവിധാനമുള്ള മെറ്റയ്ക്ക്
ഈ ഇട്ടാവട്ടം കേരളത്തിലെ 3 മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്താ കാർഡുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപ്ഡേഷൻ പിഴവ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യയിൽ മാത്രം മലയാളത്തിലെ 3 മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാർഡുകൾ എന്നതാണ്. ഇനി ഈ സാങ്കേതിക പിഴവ് എന്ന വാർത്ത എന്ന വിശദീകരണം നൽകുന്ന താല്പര്യം ആരുടേതാണ് എന്നതാണ്. അതായത് ഇവിടുന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, അതൊരു സാങ്കേതിക പിഴവാണ് എന്ന് വരുത്തി തീർക്കേണ്ട താല്പര്യം ആരുടേതാണ്? ഈ നിർദ്ദേശം നൽകിയ ഏജൻസി, അതായത് സർക്കാർ സംവിധാനങ്ങളുടെ, സർക്കാർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും സർക്കാർ എന്ന് പറയുന്ന ഈ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, അത് സ്വാഭാവികമായും ഒന്നെങ്കിൽ കേരള സർക്കാരിന് കീഴിലുള്ളത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളത്. ഈ താല്പര്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ സാങ്കേതിക പിഴവാണെന്ന് വിശദീകരണം നൽകേണ്ട താല്പര്യം ആരുടേതാണ്? ആരുടെ സോഴ്സാണ് ഇത് മെറ്റയുടേത് മാത്രമായ സാങ്കേതിക പ്രശ്നമാണെന്ന് നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നത്? ഈ 3 വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവാണ് എന്ന് പറയുമ്പോൾ അതിലൊരു മിനിമം സംശയം ഉണ്ടാകാൻ കഴിയുന്ന ബുദ്ധി അല്ലെങ്കിൽ ഒരു സംശയം ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായില്ലേ എന്നുള്ളത് ഏത് കുട്ടിക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. മെറ്റ പോലൊരു വലിയ സ്ഥാപനത്തിന്റെ സാങ്കേതിക പിഴവ് ഉണ്ടാകുന്നത് അവരുടെ ഈ 3 വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉണ്ടാവുക എന്ന് എന്നൊരു സ്വാഭാവിക സംശയം തോന്നാതിരിക്കാൻ കഴിയുന്ന എന്ത് നിഷ്കളങ്കതയാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? മറ്റൊരു കാർഡ്, മുഖ്യമന്ത്രിയെ വിമർശിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവം. തെറ്റുപറ്റിയത് മെറ്റയ്ക്ക്. ആരുടെയെങ്കിലും പിടലി കൊണ്ടുവച്ചാൽ മതി. തെറ്റുപറ്റിയത് മെറ്റയ്ക്ക്. സൈബർ പോലീസിനോട് വിശദീകരിച്ച് മെറ്റ റിമൂവ് ചെയ്ത പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചു. റിമൂവ് ചെയ്ത പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചത് നമ്മുടെ പരാതിയിലാണ്, നമ്മുടെ കാർഡുകൾ വീണ്ടെടുത്തത്. എങ്ങനെയാണ് സൈബർ പോലീസിന്റെ പരാതിയിലാണ് എന്ന് സൂചിപ്പിക്കും തരത്തിൽ, അതായത് അപ്പോൾ സർക്കാർ സംവിധാനം ഇത് അന്വേഷിച്ചു, സർക്കാരിന് കൃത്യമായ വിവരം കിട്ടിയിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റ ഇത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന പോസ്റ്റുകൾ അടക്കം വെള്ളയടിച്ച് പങ്കുവെക്കാൻ ഉണ്ടാകുന്ന രാഷ്ട്രീയ താല്പര്യം എന്താണ്? മാധ്യമങ്ങൾക്ക് മാത്രം കൊടുക്കുകയാണ്. അതായത് ഈ കാർഡുകൾ വലിച്ച 3 സ്ഥാപനങ്ങൾക്കാണ്, മറ്റ് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, സർക്കാർ സംവിധാനങ്ങൾ അതാരുമാകട്ടെ, വാർത്തകൾക്ക് മുകളിലും വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുകളിലും അധികാരം സ്ഥാപിക്കുന്നതിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്ന നിഷ്കളങ്കത ദയവ് ചെയ്ത് നിങ്ങൾ കാണിക്കരുത്. അത് നാളെ അതായത് ഏതു മാധ്യമ സ്ഥാപനം, ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമാകട്ടെ, എല്ലാ കാലത്തും എല്ലാ വാർത്തയുമായും ബന്ധപ്പെട്ടും ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന് കെട്ടുപെട്ട് നിൽക്കുമെന്ന് മാത്രം വിചാരിക്കാൻ കഴിയില്ല. നാളെ ഈ സംവിധാനങ്ങൾ ആർക്കെതിരെയും വാളോങ്ങി നിൽക്കാൻ കഴിയുന്നതാണ്. അവർക്ക് വളക്കൂർ ഉണ്ടാക്കി കൊടുക്കരുത് എന്നതൊരു അഭ്യർത്ഥനയാണ്. ഒന്നുമല്ലെങ്കിലും ഈ പറയുന്ന വാർത്തയും വാർത്താ ബുദ്ധിയുള്ള മനുഷ്യരും അതിജീവിക്കുന്ന കാലത്തോളം സർക്കാർ സംവിധാനങ്ങളുടെ അമിതാധികാര പ്രയോഗം വാർത്തകൾക്ക് മുകളിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയെങ്കിലും മിനിമം ഉണ്ടാവേണ്ടത് നല്ലതാണ്. അതിനപ്പുറത്ത് അതിനോട് കണ്ണടച്ച് നിൽക്കുന്നത് അവനവന്റെ ഭാവിയുടെ നേർക്കുള്ള കണ്ണടപ്പായിരിക്കും. Meet the editors.